നമസ്കാരം. പാക് അധീന കശ്മീർ ഉടൻ തന്നെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടുമെന്നും അതിന് വലിയ സൈനിക നടപടിയുടെയൊന്നും ആവശ്യമില്ല എന്നും പാക് ഒക്കുപ്പൈഡ് കശ്മീരിലെ ജനങ്ങൾ തന്നെ ഇന്ത്യക്കൊപ്പം ചേരണം എന്ന ആവശ്യമുന്നയിക്കുമെന്നും അവർ സ്വമേധയാ ഇന്ത്യക്കൊപ്പം ചേരും എന്നും രാജ്നാഥ് സിംഗ്, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ്. അതിന് തൊട്ടു പിന്നാലെ മുൻ മുഖ്യമന്ത്രി, ജമ്മു കശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയുടെ പ്രസ്താവന വന്നു. ആ പ്രസ്താവന പാകിസ്ഥാൻ്റെ ശബ്ദമായിരുന്നു. അതായത്, പാക് അധീന കശ്മീർ അങ്ങനെ എളുപ്പത്തിലൊന്നും എടുക്കാൻ മെനക്കെടണ്ട, ഏതെങ്കിലും രീതിയിൽ ഇന്ത്യ അതിന് ശ്രമിച്ചാൽ പാകിസ്ഥാൻ്റെ കയ്യിൽ അണുബോംബുണ്ട്, ആ അണുബോംബ് അവർ പ്രയോഗിക്കും എന്നാണ് ഫറൂഖ് അബ്ദുള്ള മുന്നറിയിപ്പ് നൽകിയത്. അതിനുശേഷം ഈ അണുബോംബ് പേടിയുമായി മറ്റൊരാൾ കൂടി രംഗത്ത് വന്നിരുന്നു. മണിശങ്കർ അയ്യരുടെ പഴയ വീഡിയോ ആണ് എങ്കിൽ കൂടി ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പും ഇവരുടെയൊക്കെ നിലപാടും അഭിപ്രായവും ഇത് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. അതായത്, കഴിഞ്ഞ 10 വർഷമായി പാകിസ്ഥാനുമായി ചർച്ചകളൊന്നും നടക്കുന്നില്ല. അത് വലിയ പ്രശ്നമാണ്. ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എന്തോ വലിയ മഹാകാര്യമാണ്. അതുകൊണ്ട് ചർച്ചകൾ നടക്കണം, തോക്കും പിടിച്ച് നടക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് മണിശങ്കർ അയ്യർ പറഞ്ഞത്. ഇങ്ങനെ പാകിസ്ഥാനെ വിരട്ടാൻ നോക്കരുത്, കാരണം അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്, അവരുടെ കയ്യിൽ അണുബോംബുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ മണിശങ്കർ അയ്യറും നൽകിയിട്ടുണ്ട്. എന്തായാലും മണിശങ്കർ അയ്യരുടെയും ഫറൂഖ് അബ്ദുള്ളയുടെയും ഒക്കെ പ്രസ്താവനകൾ ഇന്ത്യയിലെ ജനങ്ങൾ, രാജ്യസ്നേഹികൾ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട്. അർഹിക്കുന്ന അവഗണനയോടുകൂടി തന്നെ അതിനെ കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു അഭിപ്രായ പ്രകടനം വരികയാണ്. അതായത്, പാകിസ്ഥാൻ്റെ ഒരു ആരോപണമാണ്, പാക് അധീന കശ്മീരിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ചില ഇടപെടലുകൾ നടത്തിയിരിക്കുന്നു. അവർ വളരെ അപകടകരമാം വിധം അവിടെ ഇടപെടലുകൾ നടത്തുന്നു, ജനങ്ങളെ സംഘടിപ്പിക്കുന്നു, ഇന്ത്യക്ക് അനുകൂലമായി സംഘടിപ്പിക്കുന്നു, അവിടുത്തെ ജനങ്ങളെ പാകിസ്ഥാൻ പട്ടാളത്തിനും പോലീസിനുമെതിരെ തിരിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ഈ പാക് അധീന കശ്മീർ എന്നത് കശ്മീരിൻ്റെ ഒരു ഭാഗമാണ്. കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അവിടെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി എന്തോ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ആ ആരോപണത്തിൽ തന്നെ ഒരു വ്യർത്ഥതയുണ്ട്. ആരോപണത്തിൻ്റെ അടിസ്ഥാനം മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അവിടെ ഇപ്പോൾ ചില പ്രശ്നങ്ങൾ നടക്കുകയാണ്, അവിടെ ഇപ്പോൾ ചില സമരങ്ങളൊക്കെ നടക്കുകയാണ്. ജനങ്ങൾ പാകിസ്ഥാൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി അവിടെയുള്ള തദ്ദേശ ഭരണകൂടമുണ്ടല്ലോ, ആ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ എന്ന് നമുക്കറിയാം. അവിടെ വലിയ വിലക്കയറ്റമുണ്ട്, സാധനങ്ങളുടെ മേൽ വലിയ നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്, പല നികുതികളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ പല ഇരട്ടിയായിട്ടാണ് പാകിസ്ഥാനിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതികൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നികുതി ഭാരം കൊണ്ട് പൊറുതിമുട്ടുകയാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ. ഇങ്ങനെ പാക് അധീന കശ്മീരിലും ഇത്തരത്തിലുള്ള നികുതി ഏൽപ്പിച്ചിട്ടുണ്ട്. പാക് അധീന കശ്മീരിലെ വിഭവങ്ങൾ മുഴുവൻ പാകിസ്ഥാൻ കട്ടുകൊണ്ടു പോവുകയാണെന്നും എന്നാൽ പ്രാദേശിക ഭരണകൂടം ഈ ജനങ്ങളെ വലിയ രീതിയിൽ പരിഗണിക്കുന്നില്ല, അവർ കഷ്ടപ്പാടിലാണ്, നികുതി ചുമത്തുന്നു അവരുടെ മേൽ. ഇതിനൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ആ തെരുവിലിറങ്ങിയ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതിൽ ഒരു ഇന്ത്യൻ പതാക നമുക്ക് കാണാൻ കഴിയും. ഈ പ്രതിഷേധക്കാർ ഇന്ത്യൻ പതാക ഉയർത്തുകയാണ്. ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പം ചേരാനായി അവർ മുറവിളി കൂട്ടുകയാണ്. ഈ അനധികൃതമായി പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈയടക്കി വച്ചിരിക്കുന്ന കശ്മീരിൻ്റെ ഒരു ഭാഗത്തെ മോചിപ്പിച്ച് തങ്ങളെ ഇന്ത്യക്കൊപ്പം ചേർക്കണമെന്ന ആവശ്യം ഇപ്പോൾ ഉയരുകയാണ്. അതിനുവേണ്ടി അവർ സമരം ചെയ്യുകയാണ്. പാക് പട്ടാളത്തോട് അവർ പോരാടുകയാണ്. പാകിസ്ഥാൻ പോലീസിനെതിരെ അവർ പോരാടുകയാണ്. പോലീസിനും പട്ടാളത്തിനുമെതിരെ ഇപ്പോൾ കല്ലേറ് നടക്കുന്നതായും അവിടെ നിന്ന് റിപ്പോർട്ടുകളുണ്ട്. നമുക്കറിയാം, ജമ്മു കശ്മീരിലാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ട് മുമ്പ് ഇത്തരത്തിലുള്ള കല്ലെറിയുന്ന സംഭവങ്ങൾ ഉണ്ടായത്. ജമ്മു കാശ്മീരിലെ സ്കൂളുകളിൽ നിന്നും കുട്ടികളെ ഇറക്കിക്കൊണ്ടുവന്ന് ചില മത തീവ്രവാദ സംഘടനകൾ, വിഘടനവാദികൾ ഇവരെ കല്ലെറിയാൻ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു. അന്ന് പോലീസിനും അതുപോലെ തന്നെ ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്കുമെതിരെയായിരുന്നു കല്ലേറ് നടന്നത് എങ്കിൽ ഇന്ന് ജമ്മു കാശ്മീർ സമാധാനപരമാണ്. പക്ഷേ പാക് അധീന കശ്മീരിൽ പാകിസ്ഥാൻ പട്ടാളവും പാകിസ്ഥാൻ പോലീസും ഇപ്പോൾ കല്ലേറ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിനെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആരോപണം ഉന്നയിക്കുന്നത്. അതായത്, പാക് അധീന കശ്മീരിൽ ഇന്ത്യ ഇടപെടുന്നു എന്ന്. എന്തായാലും ഫറൂഖ് അബ്ദുള്ളയായാലും മണിശങ്കർ അയ്യർ ആയാലും
അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭരണകൂടമായാലും ഇനി വിചാരിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, വൈകിപ്പോയിരിക്കുന്നു. ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ അച്ചട്ടായിരുന്നു. അവിടെ ഇന്ത്യക്കൊപ്പം ചേരാനായി പാക് അധീന കശ്മീരിലെ ജനങ്ങൾ മുറവിളി കൂട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും അത് ഏറ്റുപറഞ്ഞു. ആ വാക്കുകളൊന്നും വെറുതെ ആയിരുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പാക് അധീന കശ്മീരിൽ വർദ്ധിച്ചു വരുന്ന സർക്കാർ വിരുദ്ധ, ഭരണകൂട വിരുദ്ധ പ്രതിഷേധം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.